ബൈബിളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ച് ദശാംശം ഏറ്റുവാങ്ങി പിന്നെ ഒന്നും പറയാതെ എങ്ങോ മറയുന്ന നിഗൂഢ അത്ഭുത വ്യക്തി മൽക്കീസദേക്ക്. രാജാവും പുരോഹിതനുമായ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം പണ്ഡിതന്മാരിൽ ഇന്നും നിലനിൽക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാം യുദ്ധത്തിൽ വിജയിച്ചു മടങ്ങുമ്പോൾ മൽക്കീസദേക്ക് എന്ന അപൂർവ വ്യക്തി അവനെ നേർക്ക് കാണുന്നു. അദ്ദേഹം സാലേം രാജാവും പരമോന്നത ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്നു. അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുന്നു. ഇത് അബ്രഹാം തന്നെ ഈ പുരോഹിതൻ്റെ ആത്മീയ അധികാരം അംഗീകരിച്ചു എന്ന് തെളിയിക്കുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം സങ്കീർത്തനം 110 മെൽക്കിസദേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നീ മെൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കുമുള്ള പുരോഹിതനാണ്. ഇതാണ് മിശിഹയുടെ ശാശ്വത പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന പ്രധാന വചനം. പുതിയ നിയമത്തിലെ എബ്രായർ പുസ്തകം മെൽക്കിസദേക്കിനെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അവിടെ പറയുന്നത് അദ്ദേഹത്തിന് പിതാവോ മാതാവോ രേഖപ്പെടുത്തിയിട്ടില്ല, ആരംഭവും അന്തവുമില്ല. ഇതെല്ലാം ചിഹ്നാത്മകമായ ഉദാഹരണങ്ങളാണ്. ശാശ്വതമായ സ്വർഗീയ പൗരോഹിത്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് അർത്ഥം. പണ്ഡിതന്മാരുടെ അഭിപ്രായം അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു കനാന്യ രാജപുരോഹിതൻ എന്നതാണ്. മറ്റു ചിലർ പറയുന്നു അദ്ദേഹം ക്രിസ്തുവിനെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു രൂപം. ചില പുരാതന ജൂത ഗ്രന്ഥങ്ങൾ പറയുന്നു മെൽക്കിസദേക്ക് ഒരു ദൂതനായിരിക്കാം, അല്ലെങ്കിൽ സ്വർഗീയ സത്ത തന്നെ ആയിരിക്കാം. എന്തായാലും ഈ ഒരൊറ്റ വ്യക്തിയുടെ കഥയാണ് ക്രിസ്തുവിൻ്റെ ശാശ്വത പൗരോഹിത്യത്തെ വിശദീകരിക്കുവാൻ ബൈബിൾ ഉപയോഗിക്കുന്നത്. മെൽക്കിസദേക്ക് ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും അതിർത്തിയിൽ നിൽക്കുന്ന ഒരാൾ. രാജാവും പുരോഹിതനും, രാജ്യമില്ലാത്ത രാജാവും വംശാവലിയില്ലാത്ത പുരോഹിതനും. ബൈബിളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായ ഈ കഥ തുടരുന്നു.